പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഓഗസ്റ്റ് മാസം 21 തീയതി ആമേൻ ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്, കർത്താവിന് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ച ദൈവകൃപയ്ക്കായിട്ട്, കർത്താവിന്റെ സ്നേഹത്തിനും വാത്സല്യത്തിനുമായിട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രി നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതോർത്ത് അങ്ങേക്ക് സ്തോത്രം 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 സ്തോത്രം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് പുകഴ്ച. കർത്താവ്, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി, അങ്ങ് നടത്തുന്ന വിധങ്ങൾക്ക് നന്ദി, അങ്ങ് പുലർത്തുന്ന വിധങ്ങൾക്ക് നന്ദി, അങ്ങ് പരിപാലിച്ച വിധങ്ങൾക്ക് നന്ദി പറഞ്ഞു. ഓരോ ദിവസവും അങ്ങയുടെ ചിറകിന്റെ മറവിൽ ഞങ്ങളെ മറച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ആ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനാ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. അതെ, അവൻ 136 സങ്കീർത്തനം പറഞ്ഞു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ കർത്താവിന്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താവിന്റെ ദയ എന്നേക്കുമുള്ളത്. 4-ാമത്തെ വാക്യം പറയുന്നു, ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ കർത്താവിന്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് പൽക്കാലം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ അല്ല, മഹാത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്ന നല്ല കർത്താവിന് കരമുയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് ചില മഹാത്ഭുതങ്ങൾ ദൈവമക്കൾക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ലോകവ്യാപകമായി യേശുവിൻ നാമത്തിൽ സംഭവിക്കുന്നതിന് സ്തോത്രം 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 സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. പ്രാർത്ഥനയുടെ സമയമാണ്. എല്ലാവരും ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ നടത്തിയതോർത്ത് സ്തോത്രം. അങ്ങ് ഞങ്ങളെ ഓരോ നാളും പുലർത്തുന്നതോർത്ത് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ വലിയ ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിന്റെ അസ്വസ്ഥതകളും തന്റെ കുഞ്ഞുങ്ങളെ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. എല്ലാ രോഗത്തിന്റെ അവസ്ഥകളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്റെ മക്കളെ വിട്ടുമാറട്ടെ. സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകട്ടെ കർത്താവെ. അതുപോലെ കർത്താവ്, എഡ്യൂക്കേഷനകത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തന്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. അവർ ഏത് കോഴ്സിന് ജോയിൻ ചെയ്തു അത് കംപ്ലീറ്റ് ചെയ്യുവാനുള്ള സ്പെഷ്യൽ ഗ്രേസ് യേശുവിന്റെ നാമത്തിൽ അവർക്കുണ്ടാകട്ടെ. അത് ഡ്രോപ്പ് ചെയ്യാതെ കർത്താവെ അതിനെ ഫിനിഷ് ചെയ്യുവാൻ കർത്താവിനെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾ കുടുംബ സമാധാനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനകത്ത് വലിയ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ആവശ്യങ്ങളിലൊക്കെ കർത്താവിന്റെ പ്രവൃത്തി നടക്കണമേ. കർത്താവെ, ഇന്ന് ഞങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തലമുറ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. അതിനുള്ള കുറവുകൾ എന്താണെങ്കിലും യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും കർത്താവിന്റെ വേല ചെയ്യുന്നവരെ ഓർക്കുന്നു. കർത്താവ് കരുതണം, സൂക്ഷിക്കണം, പരിപാലിക്കണം. പുതിയ വേലക്കാർ ആമേൻ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുന്നതിനായിട്ടും സ്തോത്രം. ലോകത്തിൽ മൊത്തത്തിൽ ദൈവത്തിന്റെ മഹിമ, ദൈവിക വെളിപ്പാടുകൾ കൊണ്ട് ഭൂമിയെ നിറയ്ക്കുന്ന കർത്താവിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വം പുകഴ്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 9:30 PM നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി അതിൽ പങ്കെടുക്കണം. സാധിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം കൂടുതൽ സമയം പ്രാർത്ഥിക്കുക. മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അല്പസമയം കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുക, പ്രാർത്ഥിക്കുക. അതിനുശേഷം നിങ്ങൾ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിലെ 44 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ആമേൻ. കർത്താവ് നമ്മളെ ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കുക, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, നിങ്ങളെ വെറുക്കുന്നവന് വേണ്ടി
അത്ഭുതകരമായ നന്മകൾ ചെയ്യുക. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നവർക്ക് വേണ്ടി അവരെ പ്രാർത്ഥിച്ച് അവരോട് പ്രതികരിക്കുക, അല്ലെങ്കിൽ അവരെ അനുഗ്രഹിച്ച് പ്രതികരിക്കുക. ആമേൻ. ഇത് പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കുക. ദൈവമക്കളായ നമ്മൾക്ക് ആമേൻ, ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ജീവിക്കുവാൻ ട്രെയിൻ ചെയ്യുന്നത്. ആമേൻ. നമ്മൾ ലോകത്തിലാണെങ്കിലും നമ്മൾ ലോകക്കാരല്ല. നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നവരല്ല. ആമേൻ. കർത്താവ് പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ സ്നേഹിക്കണം. ശത്രു എന്ന് പറഞ്ഞാൽ ജന്മശത്രു, ആജീവനാന്ത ശത്രു, അങ്ങനെയുള്ളവരല്ല. എല്ലാവരും ഏത് ടൈപ്പാണെങ്കിലും, ചെറിയവരായാലും ചെറിയ ശത്രുക്കളായാലും, എന്തെങ്കിലും ചെറിയ ദ്രോഹം ചെയ്തവർ, നമുക്ക് നമ്മുടെ യാത്രയെ മുടക്കിയവർ, നമുക്ക് എതിരായി സംസാരിച്ചവർ, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് ദോഷം ചെയ്തവർ, അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ പറയാ, ആര് തന്നെ ആയാലും യേശു പറയുന്നത്, നിങ്ങൾ എന്നെ പിൻപറ്റുകയാണെങ്കിൽ നിങ്ങൾ ആരെ സ്നേഹിക്കണം? ശത്രുക്കളെ സ്നേഹിക്കണം. ആമേൻ. നിങ്ങളെ ശപിക്കുന്നവരെ, അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ, ശപിക്കുന്നവരെ, നിങ്ങൾക്ക് ദ്രോഹം പറയുന്നവരെ, നിങ്ങളെക്കുറിച്ച് ദോഷം പറയുന്നവരെ, നിങ്ങളെക്കുറിച്ച് തിന്മ പറയുന്നവരെ, ആമേൻ, അവരെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കുക. പിന്നെ പറയുന്നു, നിങ്ങളെ വെറുക്കുന്നവരെ, അല്ലെങ്കിൽ നിങ്ങളോട് വെറുപ്പ് കാണിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യുക? അവരോട് എന്തെങ്കിലും നന്മയൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുക. അവര് നമ്മളെ വെറുക്കുന്നു, ഞാൻ അവനെ ഭയങ്കര, എനിക്ക് അവനെ കണ്ണുമണിക്ക് കണ്ടുകൂടാ എന്നൊക്കെ പറയുന്നവർക്ക് നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്യുക. അവരെ അത്ഭുതകരമായി എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യുക. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതികരിക്കണം. നമ്മൾ തിരിച്ചുപദ്രവിക്കണമെന്നല്ല യേശു പഠിപ്പിച്ചത്. നമ്മൾ അവരെ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ അവരെ ആത്മാർത്ഥമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക, അവരെ അനുഗ്രഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തിയെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളിൽ നിങ്ങൾ ബന്ധിക്കുക, അവരെ സ്വതന്ത്രരാക്കുക. എന്നിട്ട് പറയുക, നിങ്ങൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടത് തന്നെ. അപ്പൊ നമ്മൾ ദൈവമക്കളാണെങ്കിൽ ആ അപ്പന്റെ സ്വഭാവം നമ്മൾ കാണിക്കണം. അതാണ് പറയുന്നത്. അത് നിങ്ങളുടെ സ്വർഗീയ പിതാവിന്റെ മക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തും. ഇപ്പൊ നമ്മൾ പറയുന്നത്, അവൻ ആ കുടുംബത്തിൽ പറഞ്ഞവൻ, അവൻ ആ കുടുംബക്കാരുടെ സ്വഭാവം അവൻ കാണിച്ചു എന്ന് പറയുന്നത് പോലെ, നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ, നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമുക്ക് ദ്രോഹം ചെയ്തവരെ നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ, അവൻ വേദോസ്തം പറയുക, നമ്മൾ ദൈവത്തിന്റെ മക്കൾ എന്ന് തെളിയിക്കുക. കാരണം കുടുംബ ഗുണം കാണിക്കുക. ദൈവിക കുടുംബത്തിലെ ആ വ്യക്തിത്വം, അല്ലെങ്കിൽ ആ പേഴ്സണാലിറ്റി, ആ കുടുംബത്തിന്റെ വ്യക്തിത്വം നമ്മൾ കാണിക്കുക. ഒരു വ്യക്തി നല്ലതോ തിന്മയോ ചെയ്താലും കർത്താവിനായി ഇന്ന് നമ്മുടെ കർത്താവിന്റെ സ്വഭാവം കണ്ടോ, അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. എന്ന് വെച്ചാൽ അത് ഒരു വ്യക്തി നല്ല കാര്യം ചെയ്താലും തിന്മ ചെയ്താലും ഉന്മേഷത്തിനായി സൂര്യോദയത്തെ ഒക്കെ കർത്താവ് ചെയ്യുന്നില്ലേ? അതായത് കർത്താവ് എന്നാ ഇവൻ തിന്മ ചെയ്തു, അതുകൊണ്ട് ഇന്ന് അവന് സൂര്യൻ ഉദിക്കണ്ട എന്ന് വെക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവർക്കും വേണ്ടി കർത്താവ് ചെയ്യുന്നു. 48-ാമത്തെ വാക്യം പറയുന്നു, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതികാരം അല്ലെങ്കിൽ നമ്മുടെ പ്രതികരണം സാധാരണക്കാർ ചെയ്യുന്ന പോലെ ചെയ്യരുത്. നമ്മൾ ദൈവമക്കളാണ്, അപ്പന്റെ മക്കളാണ്. അപ്പന്റെ സ്വഭാവം, അപ്പന്റെ രീതി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകണം കേട്ടോ. ഇന്ന് ഇത് കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് പലതരത്തിലും നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ടാകാം, നമ്മളോട് എതിർക്കുന്നവരുണ്ടാകാം, നമ്മുടെ നന്മയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചവരുണ്ടാകാം. നമ്മുടെ ഓഫീസിലുണ്ടാകാം, നമ്മുടെ അയൽവാസികളായിരിക്കാം, ഇങ്ങനെ പല ടൈപ്പ് ആളുകളുണ്ടാകാം, നമ്മുടെ ബന്ധുക്കളാകാം, സഹോദരങ്ങളാകാം. പക്ഷെ തിരുവെഴുത്ത് പറയുന്നു, ഇങ്ങനെ വേണം ചെയ്യുവാൻ. അത് ദൈവത്തിന്റെ വചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ദൈവവചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു ആ അനുഗ്രഹം നമ്മുടെ ലൈഫിൽ വെളിപ്പെടും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് മറക്കല്ലേ കേട്ടോ, പ്രാർത്ഥിച്ചിട്ട് ജോയിൻ ചെയ്യണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മളൊരു അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.